ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന് പറയുന്ന ഐ റിപ്പീറ്റ് പീക്ക് പടം കണ്ടു. ഒന്നും രക്ഷയില്ല, മാരക ഐറ്റം. ഓക്കെ, എഴുതിയിരിക്കുന്നതും ജിതിൻ കെ ജോസും അതുപോലെ തന്നെ ജിഷ്ണു ശ്രീകുമാറും ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എഡിറ്റ് പ്രവീൺ പ്രഭാകറും, സിനിമാറ്റോഗ്രാഫി ഫൈസൽ അലിയും, മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീദ് മജീദാണ്. നൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ പടം ഒരു പീക്ക് എക്സ്പീരിയൻസ്. ഒരുപാട് നടിമാരെ കാണിച്ചു പോകുന്നുണ്ട്, എല്ലാവർക്കും അവരവരായ രീതിയിൽ കാണിച്ച് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 23 നടിയുണ്ട്, 25 നടിമാരുണ്ട് കേട്ടോ. പിന്നെ മമ്മൂക്ക എടുത്തു പറയണം, എന്ത് മനുഷ്യനാണ് മമ്മൂക്ക. ഞെട്ടിപ്പോയി. മമ്മൂക്കയൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, സത്യം ആ ഞെട്ടൽ ഇപ്പോഴും മാറണില്ല, മനസ്സിലായ? ഈ മനുഷ്യൻ എന്തടേ ആ ജീവിക്കുകയാണ് കേട്ടോ. എന്ത് പെർഫോമൻസ് ഡേ. നടികർ, മാബല നടികർ, രാക്ഷസ നടികർ, മമ്മൂക്ക ഈസ് മമ്മൂക്ക, മനസ്സിലായ? മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, മമ്മൂക്ക പടം. ഓക്കെ, എന്ന് പറഞ്ഞാൽ വിനായകനെ തള്ളിപ്പറയില്ല, ആ മനുഷ്യനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപടി മേലോട്ട് ഇഷ്ടപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. അവസാനം വിനായകൻ ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം ഒരു കുറെ സീനുണ്ട്, അതിൽ വിനായകൻ നല്ല പൊളപ്പനായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ, വിനായകൻ കേട്ടോ. പിന്നെ മമ്മൂക്ക ഷോ, അത്രേ ഉള്ളൂ. പിന്നെ വിനായകനും ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു പൊളപ്പൻ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ 100 കോടി അടിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഈ ഡിസർവിങ് ആണ് ഈ പടം. 100 കോടി അടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിലുപരി നല്ലൊരു 100 കോടി കിട്ടിയില്ലെങ്കിൽ നല്ലൊരു കളക്ഷൻ കിട്ടട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കിട്ടണം, അല്ലെങ്കിൽ 100 കോടിയോ അല്ലെങ്കിൽ നല്ലൊരു കളക്ഷൻ കിട്ടണം. എല്ലാവരും കൂടെ ഈ മനുഷ്യനെ കളിയാക്കിയിട്ടുണ്ടല്ലോ, 2 പടം പൊട്ടിയനും അവർക്കിട്ടൊരു കൊട്ട് കൊടുക്കണം. ഞാൻ ലാലേട്ടൻ ഫാനാണ്, മനസ്സിലായ? ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ക്രിയേറ്റേഴ്സ് അമ്മമാർക്കിട്ടൊരു കൊട്ട് കൊടുക്കണം, മനസ്സിലായ? മനുഷ്യൻ ഇവിടെ തന്നെ ഉണ്ട്. നീക്ക മമ്മൂക്ക എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നീക്ക കുറേ എണ്ണം ട്രോളിയിട്ടുണ്ടല്ലോ മമ്മൂക്കനെ. നീ ടിക്കറ്റ് എടുത്ത് പോയി കളങ്കാവിലൊന്ന് കണ്ടു നോക്ക് മനുഷ്യൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്, മനസ്സിലായ? കണ്ടു നോക്ക്, അപ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്തരാണെന്ന്. അത്രയേ ഉള്ളൂ, അതാണ് ഹേറ്റേഴ്സിനോട് പറയാനുള്ളത്. പുള്ളി കംബാക്ക് നടത്തിയിട്ടുണ്ട്, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, 74കാരൻ്റെ അഴിഞ്ഞാട്ടം, പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാങ് എപ്പോഴും മാറുന്നില്ല. ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, ബൈ.